ഈശ്വരാ, ഈ വർഷം മുഴുത്ത ചക്ക ഉണ്ടാവണമേ. ഒരുപാട് ചക്ക ഉണ്ടായി എല്ലാവർക്കും കൊടുക്കാൻ അനുഗ്രഹിക്കണമേ ഈശ്വരാ. ഭഗവാനെ, ഈശ്വരാ, ഈശ്വരാ. ഭഗവാനെ, ഞങ്ങളുടെ കുടുംബത്തിന് സർവൈശ്വര്യങ്ങളും ഉണ്ടാവണേ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ. ഈശ്വരാ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഭഗവാനെ, ഭഗവാനെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ. ഓ, അവൻ്റെ ഷഡ്ഡി വരെ ഞാൻ അലക്കി കൊടുക്കണം. എൻ്റെ വിധി, അല്ലാതെ എന്തു പറയാനാ. സുശീലാമേ, എന്താടാ? സുധീഷേട്ടാ എന്തേ, എന്ത് പണിയുണ്ടാ? അവനവിടെ ഉണ്ട്. കാലത്ത് ചോറെന്ന് വെച്ചാൽ അവിടെ കയറി കിടപ്പുണ്ട്. സുധീഷേട്ടാ ഞങ്ങളെ കടവിലുണ്ടാവൂട്ടാ. എനിക്കും അങ്ങ് പോരെ. എടാ ഞാൻ സുധീഷേട്ടൻ ഇതുവരെ പെണ്ണ് കെട്ടാതെ. പുള്ളിക്കൊന്നും സെറ്റാവണല്ലടാ. മാത്രമല്ല അപ്പനും അമ്മയ്ക്കൊന്നും കെട്ടിക്കണമെന്നൊരു ആഗ്രഹമില്ല. സുധീഷേട്ടന് നല്ല ആഗ്രഹമുണ്ട്. ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോഴും പുള്ളിയുടെ ആക്രാന്തം കാണണം. ഔ, അത് കിട്ടാത്തോണ്ടടാ പാവം. അത് ശരിയാ. അങ്ങോട്ട് വേഗം നടക്കടാ. നടക്കൂലടാ, വേഗം വാടക്കാ. കാലത്ത് തന്നെ നല്ല കുളിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒറ്റ വിചാരം മതിട്ടാ. സോനു മുറിയുടെ കഥക് ഉള്ളിൽ നിന്ന് മടച്ചുപൂട്ടി. പിന്നീട് വലിയ കട്ടിൽ നിന്ന് പതുക്കെ പതുക്കെ മേളിൽ നിന്ന് ഞാൻ നോക്കി. അയാൾക്ക് സുഖമില്ല. അയാളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയ്ക്കും. എൻ്റെ അടുത്തെത്തി ഷർട്ടിൻ്റെ ബട്ടണുകൾ ഊരി കൊണ്ടു അവൾ പറഞ്ഞു, വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സേട്ടാ, സോനു, സേട്ടാ, ഇവിടെ ആരുല്ലേ? സേട്ടാ, ഏ സേട്ടാ, സേട്ടാ, ഇവിടെ ആരുല്ലേ സേട്ടാ? സേട്ടാ, പഴയ കുപ്പിപ്പാട്ട പ്ലാസ്റ്റിക് പേപ്പർ എന്തെങ്കിലും ഉണ്ടോ സേട്ടാ? നല്ല വില തരും സേട്ടാ. അയ്യോ, ഇവിടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വലുതൊക്കെ കാണുമായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. ആ, നോക്ക് സേട്ടാ, നോക്ക് നോക്ക്. ഇപ്പോൾ വരാട്ടോ. സേട്ടാ, ആവശ്യത്തിന് നോക്കി ഇവിടെ ഒരു പാട്ടയും കാണില്ല. ഇന്നലെ ഞാൻ പാട്ട് എവിടെയാണോ? ഇത്രേ ഉള്ളു കേട്ടോ. ഓക്കെ ചേട്ടാ, അവിടെ ഇട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, വല്ലാത്ത സൂട് ചേട്ടാ, കൊഞ്ചം തണ്ണു കൊട്. ഇപ്പൊ എടുക്കാം. തണ്ണി തണ്ണി തണ്ണി. ചേച്ചിയുടെ പേരെന്താ? മല്ലി. മല്ലി. മല്ലിയെ കാണാൻ ரொம்ப അഴകാ ഇருக்கு. യോ, തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് തോന്നിയത് ഞാനെങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല സേട്ടാ, എൻ മാപ്പിളെ ഒരു വാട്ടി കൂടി ഇപ്പടിയേ ഒന്നും ചെലവേ ഇല്ല. ഇപ്പൊ ഞാൻ അവരെ ഓർത്തു, അതാ. അല്ല, ഭർത്താവ് മല്ലിയും തമ്മിൽ ரொம்ப കാതൽ ഇരിക്കാ? ഓ, അവര് നന്നായി സരക്കടിക്കും, അതുതാൻ പ്രശ്നം. ഒരു സ്നേഹമില്ല എന്നോട്, നിറയെ തല്ലും. അപ്പോ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലേ? ഉം. ഞാൻ ഉദ്ദേശിച്ചത് മല്ലിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ചുമ്മാ മരം പോലെ കിടക്കും സേട്ടാ. അങ്ങേരുടെ കാര്യം. അല്ല സേട്ടാ, സേട്ടന്റെ പേരെന്നാ? സേട്ടന്റെ വേലേ? എൻ്റെ പേര് സുധീഷ്. ഞാൻ
അച്ഛനെ സഹായിക്കും. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ പണിക്ക് പോകുന്നോണ്ട് കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പൻ എന്നാ വേലേ? അപ്പനോ വൈദ്യനാ. ആമാ, അപ്പൊ ചേട്ടനും അപ്പനെ പോലെ വൈദ്യൊക്കെ അറിയോ? പിന്നെന്താ, വല്ല അസുഖണ്ടേ പറ, ഞാൻ ചികിത്സിക്കാം. ആ ചേട്ടാ, എപ്പോഴും ഇവിടെ ഒരു വേദന. യോ, ഇവിടെ ആകുമ്പോ ആരെങ്കിലും കാണും. വീടിനകത്താവുമ്പോ കയറിയിരിക്കാമോ? ബാബാ ഇരിക്കി, ഇവിടെ ഇരിക്കി. എവിടെ വേദന നോക്കട്ടെ. അച്ചച്ചോ, എന്നാ ഇത്? ഇങ്ങനെയാണോ ചേട്ട സൂക്കായിട്ട് നോക്കുന്നേ? ഞാനൊന്ന് ഒച്ച വെച്ചാ ഇവിടെ ആള് കൂടും. വിളിക്കട്ടെ? ക്ഷമിക്കണം, ആദ്യമായിട്ടൊരു പെണ്ണിനെ എന്റെ അടുത്ത് കിട്ടണേ. എന്റെ കൺട്രോൾ പോയി. നിങ്ങളൊരു വൈദ്യനാണ് പറഞ്ഞോണ്ടാ ഞാൻ അകത്ത് കയറിയ. എനിക്ക് 2 കുളം തീർക്ക്. സർക്കടിച്ച് എന്നെ അടിച്ചാലും എൻ മാപ്പിള താൻ എനിക്ക് മുഖ്യം. വലിയ നാറ്റിക്കരുത്, അതിനിപ്പോ അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. വൈദ്യന്മാരൊക്കെ ഇങ്ങനെയാണോ ചേട്ടാ? ரொம்ப കഷ്ടം. 39 വയസ്സായി, ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കല്യാണം വരെ കഴിപ്പിച്ചിട്ടില്ല. ഞാനൊരു ആണല്ലേ, എനിക്കല്ലേ വികാരങ്ങളും വിചാരങ്ങളൊക്കെ. ഏത് നേരത്താണോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയത്? സുശേട്ടോ, സുശേട്ടാ, മല്ലി പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. വിടരുത് പ്ലീസ്. എന്തുവാടാ കിടന്ന് തുറക്കുന്നേ? എന്നെ വേർതിരിക്കണേ, അത് തന്നെ ആയിരുന്നു പരിപാടി. ഓ, അത് ഭയങ്കര ചൂട്. നീ വന്ന കാര്യം പറ. ആ, നമ്മുടെ മറ്റേ പന്തിന്റെ സ്റ്റിച്ച് പൊട്ടിപ്പോയി. ചേട്ടാ പന്തൊന്നും ആട്ടെ. ആ, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി പന്ത് എടുത്തോണ്ട് വരാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ദിവസം ഞാൻ നേരത്തെ ഞാൻ എടുത്തോണ്ട് വരാം. അതെന്നെ പരിപാടിയാ. ഹെൽദോസേ, നീ എന്റെ മേടിക്കും. നീ എന്താ ഒരുമാതിരി നോട നോക്കുന്നേ? എന്നാ പന്തെന്നാ, നീ പൊക്കോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പുതിയ ഫയർ ഒന്നും വന്നില്ലേ? പുതിയ ഫയർ ഞാൻ വാങ്ങുമ്പോ തന്നേക്കാം. അവന്റെ ഒരു പുതിയൊരു ഫയർ. ഞാൻ കണ്ട് കട്ടിന്റെ ഇടയിൽ കിടക്കുന്ന ഫയർ. പിന്നെ ചേട്ടന്റെ മൂടല്ലോ ഞാൻ ചോദിക്കാണ്ടിരുന്നേ. മനുഷ്യനെ വട്ടുപിടിപ്പിക്കാനായിട്ട്. സുധീഷ് ചേട്ടാ, ചേട്ടൻ പോയി പന്തെടുത്തിട്ട് വന്നീ. ഒന്ന് പോടാ, പന്തിന് പൈസ ഞാൻ തരാൻ വേണം, ബാക്കിയുള്ള സൗകര്യം ഞാൻ ഒപ്പിച്ചു തരണം. എന്ത് കഷ്ടമായിട്ട് ഇവിടെ നമ്മള് സാറിന് പന്ത് അടിക്കുന്നവരെ എടുക്കാറ്. ചേട്ടൻ എടുത്തേനാ?
സുധീരനല്ലേ അവിടെ അച്ഛനെ അന്വേഷിക്കണ്ടേ? എത്ര വീര്യം ആ എന്തിനാന്ന് ആർക്കറിയാം. പന്ത്രണ്ട് അങ്ങോട്ടല്ലേ? പോട്ടെ, പന്ത്രണ്ട് അവിടെ കിടക്കുവാ. ഞാനില്ല കളിക്കാൻ, എന്നെ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ കളിച്ചോ. ചേട്ടാ കൊള്ളാട്ടോ, നല്ല ആളാ. അന്നേരം ആ പറയാം, നല്ല ബാക്കി ആളായോണ്ടാ പന്ത് വന്നേ. മോളെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? 2 കൊളന്താ സ്കൂളിൽ പോണപ്പാ. ആ ആ ദേ വരാറ്. ഇങ്ങോട്ട് വാടാ വേഗം ഒന്ന്. ഒന്നിങ്ങോട്ട് വേഗം വാടാ. അവിടെ നിന്ന് പരിങ്ങാതെ ഒന്നിങ്ങോട്ട് വാടാ. എന്താണ് നടക്കാനത്തെ പ്രയാസം? ഇങ്ങോട്ട് കേറി നിക്കടാ. ഈ പെണ്ണെന്താ പറഞ്ഞെന്ന് നിനക്കറിയോ? മുഖത്തേക്ക് നോക്കടാ. കൈരേഖ ശാസ്ത്രപ്രകാരം കല്യാണം കഴിക്കാത്തൊരു മകൻ എനിക്കുണ്ടെങ്കിൽ 71 ദിവസം കഴിയുന്നതിന് മുമ്പ് കല്യാണം കഴിക്കണമെന്നാ. അതല്ലെന്നുണ്ടെങ്കിൽ 71 ദിവസം കഴിയണ അന്ന് മുതൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ മരിച്ചു പോകുന്ന ഈ തമിഴത്തെ പെണ്ണ് പറയണേ. ഞങ്ങൾക്കിതിലൊക്കെ വലിയ വിശ്വാസമാണ് മോളെ. ദൈവകാര്യങ്ങളും ശാസ്ത്രവും അതൊന്നും പഴയ്ക്കാറില്ല. ഞങ്ങൾക്കതൊക്കെ അനുഭവസ്ഥരാ. നമുക്ക് ആ ഭാനുവിന്റെ മോളെ ഇവനൊന്ന് ആലോചിച്ചാലോ? അപ്പാ അമ്മ, ഞങ്ങളുടെ ജാതി കൈരേഖ ശാസ്ത്രം പറഞ്ഞ ഉറപ്പായിട്ടും ബലിക്കും. എന്റെ മോളെ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. 1 മാസത്തിനുള്ളിൽ ഇവന്റെ കല്യാണം നടത്തും. പിന്നെ ഇവന് പക്വതയൊന്നും വന്നിട്ടില്ല. അതിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താ കാര്യം? ഇന്നാ മോളെ തൈലം. വയറുവേനൊക്കെ അങ്ങ് മാറിക്കോളും. ശോധന ശരിയായി അങ്ങ് എല്ലാം ശരിയായി. ரொம்ப நன்றி அப்பா. ഓ നന്ദിയൊക്കെ കയ്യിൽ വെച്ചാ മതി. அப்பா ആ അമ്മ എന്നെ ശരി, ഞാൻ പോട്ടെ. ഓ, ഓ. അമ്മ കല്യാണം വിളിക്കണേ. എന്തായാലും മോളെ കല്യാണം വിളിക്കും. നല്ല പെങ്കൊച്ചല്ലേ? ആ ശരിയാ, നല്ല കുട്ടി. എന്താ പേടിച്ചു പോയോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായിരുന്നേ. ഇപ്പൊ സന്തോഷായില്ലേ? ഒരുപാട് നന്ദിട്ടോ. ഓ ശരി ശരി.